ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ദ ക്രാഫ്റ്റി ബി. ഇന്നൊരു ജേർണലിംഗ് ബുക്ക് ഉണ്ടാക്കാനാണ് എൻ്റെ പ്ലാൻ. ഒരുപാട് നാളായിട്ടുള്ളൊരു ആഗ്രഹമാണ് ടു മേക്ക് എ ഡോട്ടഡ് ജേർണലിംഗ് ബുക്ക്. റീസെൻ്റ്ലി ക്രോഷ്യനോട് അഡിക്റ്റഡ് ആയപ്പോൾ ഐ തോട്ട് വൈ നോട്ട് ടു മേക്ക് എ ക്രോഷ്യ ജേർണലിംഗ് ബുക്ക്. ഐ മീൻ ട്യൂട്ടോറിയൽസും കാര്യങ്ങളും കുറച്ച് ക്രിയേറ്റീവായിട്ട് എഴുതാനൊരു ബുക്ക്, അത്രയേ ഉള്ളൂ. A4 സൈസിനേക്കാളും കുറച്ചുകൂടി കട്ടിയുള്ള GSM കൂടുതലുള്ള ഈ ഒരു ടൈപ്പ് പേപ്പറാണ് ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിയിട്ടുള്ളതാണ്. നോർമൽ പ്ലെയിൻ ഷീറ്റ്സ് അല്ലാതെ ഡോട്ടഡ് പേജസ് ആക്കാനൊരു മോഹം. സോ പിൻട്രസ്റ്റിൽ നിന്ന് ഡോട്ടഡ് പേജസ് സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുത്തു. അതിനുശേഷം ക്യാൻവയിൽ ഓപ്പൺ ചെയ്ത് യൂസ് ഇൻ എ ന്യൂ ഡിസൈൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മേലെ കാണുന്ന ആ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡൗൺലോഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും. അതിൽ PNG മാറ്റി നമുക്ക് PDF ഫയലാക്കാം. ദെൻ ഡൗൺലോഡ് ചെയ്തെടുക്കാം. എത്ര പേജസ് ആണോ നമ്മുടെ ബുക്കിന് വേണ്ടത് അത്രയും പേജിൽ ബോത്ത് സൈഡിലും ഞാൻ പ്രിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഡോട്ടഡ് പേജസ് അല്ല, ഇതുപോലെ പിക്സലായിട്ടൊക്കെ ചെയ്യാൻ പറ്റിയ ചെക്ക് ബുക്ക് പേപ്പറും ഞാൻ പ്രിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബുക്സിന് വേണ്ട എല്ലാ പേപ്പേഴ്സും ബോത്ത് സൈഡിലും പ്രിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ പേജസിനെ 4-5 പേജസ് അടങ്ങുന്ന ബാച്ചുകളാക്കി തിരിച്ച് ജസ്റ്റ് ഹാഫായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഒരുപാട് കട്ടിയുള്ള കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ ആക്കിയില്ലെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കയ്യിലുള്ള എല്ലാ പേപ്പേഴ്സും അതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. പേപ്പേഴ്സിനെ അറേഞ്ച് ചെയ്ത് വെച്ച് അലൈൻമെൻ്റ് എല്ലാം കറക്റ്റ് ആക്കിയതിന് ശേഷം ഒരു ക്ലിപ്പ് വെച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. സ്റ്റിച്ച് ചെയ്യേണ്ട ഭാഗത്ത് നമുക്ക് ഹോൾസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ പെൻസിൽ വെച്ചിട്ട് നമ്മൾ എവിടേക്കാണ് ഹോൾസ് ഇടേണ്ടത് ആ പോർഷൻസ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് മെയിൻ പണി. എല്ലാ ഷീറ്റ്സും ഹോൾസ് ആക്കി കൊടുക്കണം. അത്യാവശ്യം ഹാർഡായിട്ടുള്ള പേപ്പർ കാരണം കുറച്ച് കഷ്ടപ്പെട്ടു. വേറെ ടൂൾസ് ഒന്നും ഇല്ലാത്ത കാരണം എൻ്റെ കയ്യിലുണ്ടായിരുന്ന ക്രോഷ്യ ഹുക്ക് തന്നെയാണ് ഞാൻ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. ഒന്ന് രണ്ട് ബാച്ചസ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ടെക്നിക്ക് പിടികിട്ടി. അത്യാവശ്യം സ്പീഡായിട്ട് പിന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബുക്കിനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ സൂചിയിലേക്ക് നൂല് കോർത്ത് കൊടുക്കുന്നുണ്ട്. ബുക്കെല്ലാം സ്റ്റിച്ച് ചെയ്യുന്ന ത്രെഡ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നോർമൽ ത്രെഡ് തന്നെയാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഭയങ്കര കോൺഫിഡൻസിലാണ് ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഒരു ഭാഗത്ത് കൂടെ നൂല് കോർക്കുന്നു, പിന്നെ ഓൾട്ടർനേറ്റീവായിട്ട് കോർത്ത് ഇപ്പുറത്തെ സൈഡിലെത്തുന്നു. ഫസ്റ്റ് തന്നെ ചെയ്ത ശേഷം നെക്സ്റ്റ് ബാച്ചസ് വെക്കുമ്പോൾ പിന്നെ കൺഫ്യൂഷനായിപ്പോയി. അതിൻ്റെ ട്യൂട്ടോറിയലൊക്കെ കണ്ട് ഭയങ്കര കോൺഫിഡൻസോടു കൂടിയാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ അവസാനം ഞാൻ ഒപ്പിച്ചു. പിന്നെ ആലോചിച്ചു ഇങ്ങനെ സ്റ്റിച്ച് ചെയ്താൽ എന്താ, നമ്മുടെ ബുക്ക് നല്ല സേഫായിട്ട് ഇരിക്കണം, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ്. നമ്മുടെ ബുക്കിൻ്റെ ഹൈറ്റ് ആൻഡ് വിഡ്ത്തിനനുസരിച്ച് കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സെൻട്രലായി ഒരു ചെറിയ പീസും കൂടി കൊടുക്കുന്നുണ്ട്. ദെൻ താഴെയുള്ള ഷീറ്റ് കാർഡ്ബോർഡിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ബുക്കിൻ്റെ കവറിനായിട്ട് കുറച്ച് കട്ടിയുള്ള യെല്ലോ ഷീറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കാരണം ഇതിന് ശേഷം ഞാനൊരു മേക്ക് ഓവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജൂട്ടിൻ്റെ മെറ്റീരിയലോ അതോ ഏതെങ്കിലും ക്ലോത്തോ ഇതിനു വേണ്ടി യൂസ് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി ഭംഗിയായിട്ടുണ്ടാവും. ഞാൻ സ്റ്റിച്ച് ചെയ്തുകൊണ്ടും നമുക്ക് ഈ ബുക്ക് ഇനി യൂസ് ചെയ്യേണ്ടതുകൊണ്ടും ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഒരു പേപ്പർ കട്ട് ചെയ്തെടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തതിൻ്റെ താഴെയായിട്ട് ഒടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി താഴെയുള്ള യെല്ലോ പേപ്പർ കാർഡ്ബോർഡിനോട് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് 4 സൈഡിൽ നിന്ന് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ദെൻ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം.
സ്റ്റിച്ച് ചെയ്ത് വെച്ച ബുക്ക് കൂടി ഒട്ടിച്ചെടുത്ത ജേർണലിംഗ് ബുക്ക് റെഡി. നമ്മൾ കവർ ചെയ്തെടുത്ത ആ ഒരു ഭാഗം മറയ്ക്കാനായിട്ട് രണ്ടറ്റത്തു നിന്നും ഓരോ പേജസ് എടുത്ത് ആ കവറിനോട് ചേർത്തി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. Ta-da! Finally, our dotted journaling book is ready.